ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു ചിക്കൻ മഞ്ചൂരിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കേണ്ടത് നമ്മളിതിൻ്റെ ചൈനീസ് ബാറ്റർ തയ്യാറാക്കുകയാണ്. ചൈനീസ് ഡിഷസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടാണ് ചൈനീസ് ബാറ്റർ. അതിപ്പോൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ 50 ഗ്രാം മൈദ ആദ്യം നമ്മൾ എടുത്തു. അതിനുശേഷം 50 ഗ്രാം കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഒരു മുട്ടയുടെ വൈറ്റ് മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വളരെ കുറച്ച് സോയാ സോസ്, അതിലേക്ക് അല്പം ഉപ്പ്, 1/2 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം, അല്പം വെള്ളം, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ടൈറ്റായിട്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത്. വെള്ളം അല്പം കൂടിപ്പോയാൽ ബാറ്റർ ഒരിറ്റും കട്ടി ഉണ്ടാവില്ല. ചിക്കനൊക്കെ വളരെ നൈസായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ ബാറ്റർ തയ്യാറാക്കി. ഇതധികം നേരം വയ്ക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നല്ല ടൈറ്റായിട്ടുള്ള ബാറ്ററിലിട്ട് നമ്മൾ കോരി ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് നല്ല തിക്കായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുത്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ ശരിക്കും വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ പീസാണ് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 200 ഗ്രാമോളം ചിക്കൻ പീസ് ഉണ്ട്. ഇത് 2 പോർഷൻ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ മിക്സാക്കി ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചു, അത് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓരോരോ പീസുകളായിട്ട് വളരെ താഴ്ത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു വിധം ഫ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഇത് മറച്ചിടുന്നത്. ഓരോരോ ചിക്കൻ പീസായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തിടാണ്. നമ്മൾ ഓരോരോ പീസായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി നല്ലൊരു ബ്രൗൺ കളറായതിനു ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ കോരി മാറ്റുന്നത്. ഇപ്പോൾ ചിക്കൻ മഞ്ചൂരിയനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ചിക്കൻ കൂട്ട് ചെയ്ത് ചൈനീസ് ബാറ്ററിൽ കൂട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്നത് കടായിലാണ്. നമുക്ക് വീട്ടിൽ പാനിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ കടായിലാണ് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ അല്പം വെജിറ്റബിൾ ഓയിൽ, ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗാർലിക് പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയൊരു പീസ് ജിഞ്ചർ, ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ്, പിന്നെ ഒരു പകുതി പച്ചമുളക്, ഇത്രയും സംഭവം ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. അത് ശരിക്കും വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു സവോള, ഒരു മീഡിയം വലിപ്പമുള്ള സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടാണ്. ഇനി ഇതിലേക്ക് അല്പം ക്യാപ്സിക്കം, മഞ്ചൂരിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്. ഒരു ചെറിയ പീസാണ്, ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ലെയർ മാത്രമേ നമ്മളിതിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അല്പം പെട്ടെന്ന് സോട്ടേ വരും. നമ്മൾ കടായിലേക്ക് ആകുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന്, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അടി പിടിക്കില്ല. നമുക്ക് നല്ല രീതിയിൽ ഒരു കടായി ഉണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കുക്കാവും. നമ്മൾ ഫയർ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ചൈനീസ് എല്ലാം അസംബ്ലി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പാൻ കത്തിക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്കിംഗ് എല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ഒനിയൻ എല്ലാം സോട്ടായി. ചിക്കൻ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഒനിയനും ഒക്കെ ഉള്ളതുകൊണ്ട് മസാല പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മസാല ഇട്ട് കൊടുക്കുന്നത്. ചില്ലി പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം നിറച്ച് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഈ ചില്ലി പേസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം സോയാ സോസിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂട്ടി തന്നെ നിൽക്കണം. ആ ഡാർക്ക് കളറിലാണ് നമ്മൾ മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത്. ഇനി മസാല നമ്മൾ വളരെ ചെറിയ സ്ലോ ഫയറിലാണ് ഫയർ ചെയ്തിട്ട് എല്ലാ ചിക്കനിലേക്കും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ചില്ലി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടാണ് അല്പം ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ 1-2 ടീസ്പൂൺ ആയാലും കറക്റ്റായിട്ട് കിട്ടും. അത് നമുക്ക് ആ സാധനത്തിൻ്റെ ഫിനിഷിംഗ് ടൈമിൽ നമുക്ക് കറക്റ്റ് മസാല അറിയാൻ പറ്റും. ആ സമയത്ത് മസാല കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഡ്രൈ ആണ്, ചിക്കൻ മഞ്ചൂരിയൻ ഡ്രൈ ആയതുകൊണ്ട് വളരെ കുറച്ച് മസാല തന്നെ മതിയാവും. ഇപ്പോൾ ശരിക്കും എല്ലാ ചിക്കനിലും നമ്മുടെ മസാല ശരിക്കും പിടിച്ചു. ഇനി ഇതിലേക്ക് മല്ലിയില, മഞ്ചൂരിയൻ്റെ മെയിൻ ഐറ്റമായ മല്ലിയില ചോപ്പ് ചെയ്ത് നമ്മളിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത് നമ്മൾ തയ്യാറാക്കുന്ന ഡ്രൈ ആണെന്നുണ്ടെങ്കിലും അല്പം വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ മസാല മുഴുവൻ ചിക്കനിലേക്ക് പിടിക്കാനും ഇത് ശരിക്കും നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം സാധനം കുക്ക് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ എല്ലാം കറക്റ്റായിട്ട് മസാല പിടിക്കും.
അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഡ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 പേർക്ക് സൈഡായിട്ട് തന്നെ കഴിക്കാവുന്ന ഫുൾ പോർഷൻ ഉണ്ട്.